ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഹെയർ കെയറിനെ പറ്റിയാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഭൂമിക വേദിക്സിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. ഒരു മാജിക്കൽ ഹെയർ ഓയിൽ എന്ന് തന്നെ ഇത് പറയാൻ സാധിക്കും. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ കയ്യിലേക്ക് ഈ ഹെയർ ഓയിൽ കുറച്ച് എടുക്കണം. ഞങ്ങളുടെ ഇവിടെ ആയതുകൊണ്ട് ഓയിൽ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കണേ. നല്ല ഓയിലാണ് അത് നല്ല കട്ടിയായിട്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് നല്ലോണം കയ്യിലിട്ട് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യും ഓയിൽ ഫസ്റ്റ്. ഓൾറെഡി ഞാൻ ഓവനിൽ വെച്ച് കുറച്ച് ചൂടാക്കിയാണ് കൊണ്ടുവന്നത്. അതിന് ശേഷം ഹെയറിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ എങ്കിൽ മാത്രമാണ് നമ്മുടെ ഹെയർ ഫോള് ഹെയർ നന്നായിട്ട് വളരത്തുള്ളൂ. കാരണം സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സപ്ലൈ വേണം. നമ്മൾ എന്ത് ഓയിൽ തേച്ചാലും അത് മസാജ് ചെയ്യാതെ തേച്ച് കഴിഞ്ഞാൽ യാതൊരു ഉപകാരവും ഇല്ല. മസാജ് ചെയ്ത് ഇങ്ങനെ ഹെയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് ഇതിലേക്കും കൊണ്ടുവരണം. ഇങ്ങനെ നമ്മുടെ ഈ ഹെയറിന്റെ അറ്റത്ത് ജസ്റ്റ് ഈ ഓയിൽ ചെയ്തിട്ട് 15 to 20 മിനിറ്റ്സ് ഈ ഓയിൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിന് യൂസ് ഉണ്ടാവത്തുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഹെയർ നല്ലോണം വളരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ മുടി വളർന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന ഈ 2 വുഡൻ കോമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇത്, പിന്നെ ഒരെണ്ണം ഇങ്ങനെ. അപ്പൊ ഇതിന് ഒരു നല്ല തടിയുടെയാണ് ഇതിന്റെ ബ്രിസിൽസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടി തലയിൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് ഇങ്ങനെ വുഡന്റെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ചീവി ഹെയറിന്റെ അറ്റം കൊണ്ടുവന്ന് അതിന്റെ ചെട നല്ലോണം ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് അറ്റത്തേക്ക് ഞാൻ അധികം ഇങ്ങനെ കൊണ്ടുവരില്ല. ഇങ്ങനെ ചീവി ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ട് ബാക്കി ഞാൻ കൈകൊണ്ട് ചെയ്യും. കാരണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് പോസ്റ്റ്മോർട്ടം നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നല്ലോണം ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചത് ഇപ്പൊ ഇത്രയും ഹെയർ പോകുന്നുണ്ട്. ഇതിന്റെ ഇരട്ടിയായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എന്റെ ഹെയർ ഇപ്പൊ ഇത്രയും ഹെയർ പൊഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇതിന് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുപോലെ സ്കാൽപ്പ് കെയർ ചെയ്തേ പിന്നെയാണ് എന്റെ ഹെയർ നല്ലോണം ഹെയർ ഫോൾ കുറഞ്ഞത്. അപ്പൊ നിങ്ങളും ഇതുപോലെ സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ഓയിൽ തേക്കുവാണ് എന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. നമ്മുടെ ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പറയും നമുക്ക് ഓയിൽ യൂസ് ചെയ്ത പ്രയോജനമില്ല. പക്ഷെ അങ്ങനെയല്ല, ഓയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല പ്രയോജനം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല കണ്ടന്റുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആരെങ്കിലും ഇതുപോലെ ഹെയർ ഫോളുമായിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കമന്റ് ഇടാം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അതിനുള്ള അഡ്വൈസ് ഒക്കെ തരാൻ എനിക്ക് കഴിയും. താങ്ക് യു സോ മച്ച് for watching my video.